വരയ്ക്കും. എനിക്ക് കിട്ടുന്ന 10 രൂപയാണെങ്കിലും 5 രൂപയാണെങ്കിലും ഞാൻ കൂട്ടി വെച്ച് ഈ പറയണ എല്ലാ സാധനങ്ങൾ വാങ്ങിച്ച് ഞാൻ വരച്ചുകൊണ്ടിരിക്കും. Mrs. Vrinda Shashikumar, a true example of how small beginnings can lead to a great success. ഇവിടെ എവിടെയെങ്കിലും അടുത്ത ആർട്ട് സ്കൂളുണ്ടോ, ഇവിടെ എവിടെയെങ്കിലും അടുത്ത ആർട്ട് സ്കൂളുണ്ടോ? കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ പഠിക്കാൻ തുടങ്ങി. തപ്പി നടന്ന് ചിലപ്പം എൻ്റെ മറ്റേ ഗൂഗിളിൻ്റെ സംഭവം ഇതുകൊണ്ടായിരിക്കും സാറിൻ്റെത് വന്നു, ആർട്ടിസ്റ്റ് സച്ചിൻ എന്ന് പറഞ്ഞിട്ട് വന്നു. എന്നാ ചോദിച്ചാൽ അപ്പം നമ്മളുടെ അബ്ബാസ് പറഞ്ഞ പോലെ ഓഫർ പ്രൈസ് ഇത്ര രൂപയ്ക്ക് എടുത്തോളൂ, പെട്ടെന്ന് തന്നെ ടൈപ്പ് ചെയ്തെടുത്ത് 10 പൈസയില്ല നമുക്ക് വീട്ടിലൊരെണ്ണം തുടങ്ങാം. നമ്മുടെ കയ്യിൽ സ്കില്ലുണ്ട്, പിള്ളേർ ചുറ്റുമുണ്ട്, വേറൊരു ആർട്ട് സ്കൂളില്ല, പിന്നെ ഒന്നും നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല, തുടങ്ങുക. ഓക്കെ, പേരൻസ് വരുമ്പം ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം. സാറിൻ്റെ ഒരു പ്രീ കോഴ്സ് ഉണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. ഒരു കുട്ടി വന്ന് ദക്ഷിണയൊക്കെ തന്നു. ഓക്കെ, നല്ല സന്തോഷമായി. കുഞ്ഞിനെ കൊണ്ട് ആദ്യാക്ഷരമൊക്കെ വരപ്പിച്ചു. അങ്ങനെ 3 ആയി 4 ആയി 5 ആയപ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ കയ്യും കാലും വരക്കാൻ തുടങ്ങി സന്തോഷം. കാരണം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ സാറിനോട് ചോദിച്ചു, സാർ 5 പിള്ളേരായിട്ടോ. ഈ 5ൽ നിന്ന് 7 ആയി, ഇപ്പം 7ൽ നിന്ന് 9 ആയി, ഇപ്പം 9 11 ആയി. കുറേ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന ആളുടെ കയ്യിൽ നമുക്ക് പഠിക്കാൻ പറ്റും. പലരും പല ക്ലാസ്സും ഇല്ല എന്ന് പറയുമ്പോൾ അത് ഇല്ല എന്നുള്ളതേ ഉള്ളൂ, അവിടെ പകരം ഒരു ക്ലാസ് എടുക്കുന്നില്ല. പക്ഷേ സച്ചിൻ സാറിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല, അതൊരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സംഭവമല്ല. നിങ്ങൾ ക്ലാസ് മിസ്സായി അതിന് പകരം ഒരു ക്ലാസ് എടുത്ത് കൊടുക്കണം, അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. സോ അങ്ങനെ കുഞ്ഞു കാര്യങ്ങൾ ഇറ്റ് മേക്സ് എ ഗ്രേറ്റ് ഡിഫറൻസ്. പ്രത്യേകിച്ചും ഈ കൊണ്ടാക്കുന്ന കുഞ്ഞുങ്ങളുടെ പേരൻസിന് അത് ഭയങ്കര നമ്മൾ റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു പേഴ്സൺ ആണെന്ന് തോന്നുന്നു. ആദ്യമൊക്കെ ഈ വരുന്നവരുടെ തന്നെ നമ്മൾ പറയും ഇങ്ങനെ ഒരു സ്കൂൾ തുടങ്ങി. എൻ്റെ മക്കൾ തന്നെ മെയിൻ PR, വീട്ടിൽ ആര് വന്നാലും ചുറ്റും നടന്നാലും അവർ തന്നെ പറയും, അമ്മ പഠിപ്പിക്കുന്നുണ്ടോ കേട്ടോ, നിങ്ങളെല്ലാം വീട്ടിലോട്ട് വരണേ പഠിക്കാനായിട്ട്, നിങ്ങൾ മക്കൾ വരയ്ക്കൂ, അമ്മ എടുത്ത് വിട്ടാൽ മതി, അമ്മ പഠിപ്പിക്കും കേട്ടോ. എൻ്റെ മക്കൾ തന്നെ ആ ഏരിയ മുഴുവൻ പറഞ്ഞാൽ തുടങ്ങി. പക്ഷേ ടു ബിക്കം എ മെൻറ്റർ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. ഒരാളുടെ ലൈഫിൽ ഒരു മാറ്റം കൊണ്ടുവന്ന് അവരുടെ ലൈഫിൽ ഒരു പേർപ്പസ് ഉണ്ടാക്കുക എന്നുള്ളത് ഇറ്റ്സ് വെരി വെരി ഹാർഡ്. ആൻഡ് ഐ ഫൈൻഡ് ലൈക്ക് he is a true mentor. കാര്യം ഇത്രയും പേര് ഇവിടെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ he is doing something. Let's celebrate this inspiring artist and teacher, Mrs. Vrinda Shashikumar, a true example of how small beginnings can lead to a great success. And when it comes to her profession, working as a branch insurance coordinator in Bahrain with so much of love and respect, now this is a real moment and getting a great opportunity to share a stage and to have a one-to-one session with the legend artist Sachin. So here you go, the stage is all for you. വൃന്ദ മാമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ആർട്ട് ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ഒരാളാണ്. അപ്പോൾ പ്രോഗ്രാമിൽ വെച്ച് എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു, എനിക്ക് ഒരു സ്റ്റുഡൻറ്റിനെ കിട്ടിയാൽ മതി, ഞാൻ ഹാപ്പിയാണ്. എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു അല്ലേ, ഒരു സ്റ്റുഡൻറ്റ് കിട്ടിയാൽ മതി ഹാപ്പിയാണ്. കാരണം ഞാൻ താമസിക്കുന്ന ഒരു സ്ഥലം അങ്ങനെയാണ്, അധികം ആൾക്കാരൊന്നും വരില്ല, ഞാൻ ഓഫ്ലൈനാണ് പ്ലാൻ ചെയ്യുന്നത്, വീടിൻ്റെ അകത്താണ് പ്ലാൻ ചെയ്യുന്നത്, ഒരു സ്റ്റുഡൻറ്റ് മതി. ഞാൻ പറഞ്ഞു വിജയദശമി ദിനത്തിന് അനൗൺസ് ചെയ്തു അതിൻ്റെ പ്ലാൻ ചെയ്യുമെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ എനിക്ക് മെസ്സേജ് അയക്കുന്നത്, സാർ എനിക്ക് അപ്പോൾ ഞാനൊരു കോഴ്സ് കൊടുത്തായിരുന്നു 0 ഇൻവെസ്റ്റ്മെൻറ്റിൽ വീട്ടിൻ്റെ അകത്ത് എങ്ങനെ ആർട്ട് സ്കൂൾ സ്റ്റാർട്ട് ചെയ്ത് അതെങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം, അതായിരുന്നു കോഴ്സ്. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് മെസ്സേജ് അയക്കുന്നത്, സാർ എനിക്ക് 5 സ്റ്റുഡൻസിനെ കിട്ടി. അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് വീണ്ടും എനിക്കൊരു മെസ്സേജ് വന്നു, സാർ എനിക്ക് 10 സ്റ്റുഡൻസിനെ കിട്ടി. അപ്പോൾ ആ ജേണി നമുക്കൊന്ന് കേൾക്കാം. ഞാൻ കുഞ്ഞിലെ വരയ്ക്കും, എന്നിട്ട് എനിക്ക് ഫാഷൻ ടെക്നോളജി ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ പോയി അവിടെ നിന്ന് മറ്റേ ഡൽഹിയിലേക്ക് അവിടെയൊക്കെ ആയിട്ട് എക്സാം എഴുതാനായിട്ട് ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. പിന്നെ നമ്മളുടെ ട്രിവാൻഡ്രം ഫൈൻ ആർട്സിൻ്റെ അത് ഇതൊന്നും വേണ്ട, അയ്യേ ഈ സഞ്ചിയും തൂക്കിയിട്ട് മുടിയും വളർത്തി കഞ്ചാവ് അടിച്ച് നടക്കാൻ നീ BBAക്ക് പോയാൽ മതി. ഞാൻ അതിന് പോയി. പക്ഷേ ഞാൻ കുഞ്ഞിലെ വരയ്ക്കും, എനിക്ക് കിട്ടുന്ന 10 രൂപയാണെങ്കിലും 5 രൂപയാണെങ്കിലും ഞാൻ കൂട്ടി വെച്ച് ഈ പറയണ എല്ലാ സാധനങ്ങൾ വാങ്ങിച്ച് ഞാൻ വരച്ചുകൊണ്ടിരിക്കും. അങ്ങനെ വരപ്പ് അതിൻ്റെ കൂടെയുണ്ട്. പക്ഷെ വീട്ടിലാർക്കും മൈൻഡില്ല. ഞാൻ കല്യാണം കഴിച്ചപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വരയ്ക്കണം. ഹസ്ബൻഡ് വീട് നമ്മൾ ആദ്യം എറണാകുളത്തായിരുന്നു, വീട് വാടകയ്ക്ക് എടുത്തു. തനിക്ക് വരയ്ക്കണ്ടേ, താൻ മതിൽ വരച്ചോ, മതിൽ ഫുള്ള് വരച്ചോ, ഏതൊക്കെ വാടക വീട്ടിൽ പോയിട്ടുണ്ടോ മതിൽ വരച്ചോ, കുഴപ്പമില്ല, ഫുള്ള് വരച്ചോ, എല്ലാം സെറ്റാണ്. അങ്ങനെ വരച്ച് ഏത് സ്ഥലത്ത് പോയാലും ഞാൻ ആദ്യം ചെല്ലുമ്പോൾ ഇവിടെ എവിടെയെങ്കിലും അടുത്ത ആർട്ട് സ്കൂളുണ്ടോ. കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ പഠിക്കാൻ തുടങ്ങി. എറണാകുളത്താണെങ്കിലും ഓരോ സ്ഥലം മാറുമ്പോഴും ഞാൻ എവിടെയെങ്കിലുമൊക്കെ പഠിക്കാൻ പോകും. അത് കുഞ്ഞു കോഴ്സാണെങ്കിലും ഞാൻ പഠിക്കാൻ പോകും. അങ്ങനെ ബഹ്റിനിലായിരുന്നു, ബഹ്റിന് തിരിച്ചു വന്നു. ഇവിടെ വന്നിട്ട് എനിക്ക് പഠിക്കണം. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ താമസിക്കുന്ന സ്ഥലം ഒരു വില്ലേജാണ്. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് അങ്ങനെ ബഹ്റിനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ നിന്ന് എൻ്റെ കോൺട്രാക്ട് എല്ലാം കഴിഞ്ഞ്
നാട്ടിലേക്ക് വന്നു. മോൻ 10ലായി. എത്ര നാൾ വർക്ക് ചെയ്തു? ഞാനൊരു 3-4 വർഷം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ 7 ഇയേഴ്സോളം വേറിലുണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ ട്യൂഷൻ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് എൻ്റേതായിട്ടുള്ള ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയിൽ ഞാൻ വരയ്ക്കുമായിരുന്നു. പക്ഷെ ജോലി കയറി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ വരപ്പ് എനിക്ക് ശരിയാവുന്നു, വരയ്ക്കാൻ സമയം കിട്ടില്ല, അവിടെ അത്രയ്ക്കും ബിസിയാണ്. അപ്പോൾ പിന്നെ ഞാൻ നാട്ടിൽ വന്നു. ഇവിടെ ഞാൻ തപ്പി നടക്കായിരുന്നു ഒരു കോഴ്സ് എവിടെയെങ്കിലും ജോയിൻ ചെയ്യാൻ. എനിക്ക് ഓഫ്ലൈനാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, എനിക്ക് അതാണ് ഇഷ്ടം. ബഹറിനിൽ പഠിക്കുമ്പം ഓൺലൈനായിരുന്നു, കോവിഡ് സമയത്തായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് പെട്ടെന്ന് ഒരു ദിവസം ഞാൻ മാർച്ചിലെത്തി. തപ്പി നടന്ന് ചിലപ്പം എൻ്റെ മറ്റേ ഗൂഗിളിൻ്റെ സംഭവം ഇതുകൊണ്ടായിരിക്കും സാറിൻ്റെത് വന്നു, ആർട്ടിസ്റ്റ് സച്ചിൻ എന്ന് പറഞ്ഞിട്ട് വന്നു. എന്നാ ജോയിൻ ചെയ്യാം. അപ്പം നമ്മളുടെ അബ്ബാസ് പറഞ്ഞ പോലെ ഓഫർ പ്രൈസ് ഇത്ര രൂപയ്ക്ക് എടുത്തോളൂ. പെട്ടെന്ന് തന്നെ ടൈപ്പ് ചെയ്തെടുത്ത്. അങ്ങനെ ഓരോ കാര്യങ്ങളും. ഇപ്പം പ്രിൻസ് പറഞ്ഞു നിങ്ങൾ എന്താഗ്രഹിച്ചാലും യൂണിവേഴ്സ് എഗൻസ്റ്റ്. പക്ഷേ എൻ്റെ കാര്യത്തിൽ അങ്ങനെയുണ്ട്. എനിക്ക് സ്ട്രഗിള് വളരെ കുറവായിരുന്നു. പക്ഷേ എനിക്ക് യൂണിവേഴ്സ് കാര്യങ്ങൾ എൻ്റെ കൈ കൊണ്ട് തരുമ്പോൾ അത് ഗ്രാബ് ചെയ്യാനുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ എപ്പോഴും വിട്ടുകളയില്ല. അതെന്ത് കുഞ്ഞാണെങ്കിലും ഞാൻ അതെടുക്കും. ഇപ്പം ക്ലാസ് തുടങ്ങണത് ഞാൻ എൻ്റെ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. ഞാൻ ആ ടീച്ചേഴ്സ് തുടങ്ങിയപ്പോൾ അതൊരു കോഴ്സായിട്ട് എടുത്തു എന്നേ ഉള്ളൂ. പക്ഷേ എൻ്റെ പടങ്ങൾ വീട്ടിൽ ഫുള്ള് ഞാൻ വെച്ചിട്ടുണ്ട്, ഞാൻ വരച്ച പടങ്ങളെല്ലാം. അപ്പോൾ ഈ വീട്ടിൽ വരുന്നവരെല്ലാം ചോദിക്കും വരയ്ക്കുമല്ലേ, പഠിപ്പിക്കുന്നുണ്ടോ? ഇവിടെ അടുത്തെങ്ങും ഇല്ല. എൻ്റെ മോൻ വരയ്ക്കും, എൻ്റെ അപ്പുറത്തെ വീട്ടിലെ കുഞ്ഞ് വരയ്ക്കും. അപ്പം ഞാനിങ്ങനെ വെച്ചാൽ ഓക്കെ അടുത്തെങ്ങും ആർട്ട് ക്ലാസ്സില്ല, അപ്പം ഞാൻ തുടങ്ങാം. സോ ചെറിയ ഓപ്പർച്യൂണിറ്റീസാണ് നമ്മൾ പെട്ടെന്ന് എടുക്കേണ്ടത്. അതേപോലെ നമ്മൾ എടുക്കേണ്ട ഡിസിഷൻ അല്ലേ, ലൈക്ക് എനിക്കിന്നത് വേണമുള്ള ഡിസിഷൻ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന യൂണിവേഴ്സ് നമ്മുടെ കൂടെ നിൽക്കും, നമുക്കിങ്ങനെ ഇട്ട് തരും. നമ്മളത് കണ്ട് ഗ്രാബ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ അവിടുത്തെ ഏറ്റവും ചെയ്യേണ്ട കാര്യങ്ങൾ. സോ അങ്ങനെ ചെറിയ കാര്യങ്ങൾ എൻ്റെ കയ്യിൽ എനിക്ക് ദൈവമായിട്ട് കൊണ്ടു തന്നു. ഞാനത് അതിൻ്റെ വഴിക്ക് ഞാൻ അത് തന്നെ എടുത്തു. അതേപോലെ തന്നെ ക്ലാസ് തുടങ്ങുന്നതും ആ ക്ലാസ്സിന് 0 ഇൻവെസ്റ്റ്മെൻറ്റ് അറ്റ് ഹോം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് പെട്ടെന്ന് എനിക്ക് സ്ട്രൈക്ക് ചെയ്തു. 10 പൈസയില്ല, നമുക്ക് വീട്ടിലൊരെണ്ണം തുടങ്ങാം. നമ്മുടെ കയ്യിൽ സ്കില്ലുണ്ട്, പിള്ളേർ ചുറ്റുമുണ്ട്, വേറൊരു ആർട്ട് സ്കൂളില്ല, പിന്നെ ഒന്നും നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല, തുടങ്ങുക. സോ അങ്ങനെ തുടങ്ങി. ആദ്യത്തെ ദിവസം ഞാനിങ്ങനെ വീടൊക്കെ ഒരുക്കി, പൂജാമുറിയൊക്കെ ഒരുക്കി ഞാനിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ സാർ പറഞ്ഞു ഓക്കെ പേരൻസ് വരുമ്പം ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം. സാറിൻ്റെ ഒരു പ്രീ കോഴ്സ് ഉണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെ സംസാരിക്കണം, എന്ത് ചെയ്യണം, ആ ഒരു ലിസ്റ്റൊക്കെ സാറിന് അതെല്ലാം പ്രാർത്ഥിച്ചിട്ടിങ്ങനെ ഈശോ ഒരു കുട്ടിയാറണേ ഒരാളെങ്കിലും കുറേ ഇൻക്വയറി കോൾസ് ഒക്കെ ഉണ്ട്. ഓക്കെ ശരി. ഒരു കുട്ടി വന്ന് ദക്ഷിണയൊക്കെ തന്ന്, ഓക്കെ നല്ല സന്തോഷമായി. കുഞ്ഞിനെ കൊണ്ട് ആദ്യാക്ഷരമൊക്കെ വരപ്പിച്ച് ശരി. കുറച്ച് കഴിഞ്ഞപ്പോൾ അടുത്തയാൾ വന്ന് സന്തോഷം, 2 പേരായിട്ടുണ്ടായിരുന്നു. അങ്ങനെ 3 ആയി 4 ആയി 5 ആയപ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ കയ്യും കാലും വറക്കാൻ തുടങ്ങി സന്തോഷം. കാരണം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ സാറിനെ വിളിച്ചു, സാർ 5 പിള്ളേരായിട്ടോ. അടുത്ത ആഴ്ച ഞാൻ ആകെ 3 ആഴ്ച ആയിട്ടുള്ളൂ ക്ലാസ് തുടങ്ങിയിട്ട്, ഞാൻ വിദ്യാരംഭത്തിൻ്റെ അന്ന് തുടങ്ങിയതാണ്. അപ്പോൾ അടുത്ത ആഴ്ച ആയപ്പോഴത്തേക്കും വീണ്ടും എൻക്വയറി കോൾസ് വന്ന് ഈ 5-ൽ നിന്ന് 7 ആയി, ഇപ്പോൾ 7-ൽ നിന്ന് 9 ആയി, ഇപ്പോൾ 9 11 ആയി. ഇന്ന് എനിക്ക് ക്ലാസ് എടുക്കേണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അടുത്ത ക്ലാസ് സാറ്റർഡേ. അതൊക്കെ സാർ കുറേ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന ആളുടെ കയ്യിൽ നമുക്ക് പഠിക്കാൻ പറ്റും. പലരും പല ക്ലാസ്സും ഇല്ല എന്ന് പറയുമ്പോൾ അത് ഇല്ല എന്നുള്ളതേ ഉള്ളൂ, അവിടെ പകരം ഒരു ക്ലാസ് എടുക്കുന്നില്ല. പക്ഷേ സച്ചിൻ സാറിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല, അതൊരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു സംഭവമല്ല. അപ്പം നിങ്ങൾ ക്ലാസ് മിസ്സായി അതിന് പകരം ഒരു ക്ലാസ് എടുത്ത് കൊടുക്കണം, അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. സോ അങ്ങനെ കുഞ്ഞു കാര്യങ്ങൾ ഇറ്റ് മേക്സ് എ ഗ്രേറ്റ് ഡിഫറൻസ്. പ്രത്യേകിച്ചും ഈ കൊണ്ടാക്കുന്ന കുഞ്ഞുങ്ങളുടെ പേരൻസിന് അത് ഭയങ്കര നമ്മൾ റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു പേഴ്സൺ ആണെന്ന് തോന്നും. സോ അങ്ങനത്തെ ചെറിയ ആ ഒരു ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് സാറ് പറഞ്ഞത്. പക്ഷേ വർക്ക്സ് വണ്ടേഴ്സ്. നമുക്കൊന്ന് ടോട്ടലി ഒന്ന് ഡീകോഡ് ചെയ്യാം, എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. അതായത് ആർട്ട് ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമിലെ സ്റ്റുഡൻ്റ് ആണ്. നമുക്കൊരു 6 മന്ത്സിൻ്റെ ഒരു കോഴ്സ് ഉണ്ട്, ആർട്ട് ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം. ആ കോഴ്സിലൊരു ബേസിക് കോഴ്സാണത്, ഒരു ക്ലാസ് ആണത്. ആ ക്ലാസ്സിൻ്റെ കോഴ്സിൻ്റെ പേര് ഹൗ ടു സ്റ്റാർട്ട് ആൻ ആർട്ട് സ്കൂൾ ഫ്രം യുവർ ഹോം അറ്റ് 0 ഇൻവെസ്റ്റ്മെൻറ്റ്, അങ്ങനെയാണ് കോഴ്സിൻ്റെ പേര്. അതാണ് വൃന്ദയ്ക്ക് ഞാൻ ഫസ്റ്റ് ഹാൻഡ് ഓവർ ചെയ്തത്. അപ്പോൾ നമുക്കൊന്ന് ഡീകോഡ് ചെയ്യാം. അതായത് വീടിൻ്റെ അകത്ത്, അതും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ഒന്നുമല്ല, വീഡിയോ അങ്ങനെ ചെയ്യാറൊന്നുമില്ല, വലിയ കോണ്ടാക്റ്റ് ഒന്നും അങ്ങനെ നാട്ടിൽ അങ്ങനെ ഇല്ല. അങ്ങനെ നിൽക്കുന്ന ഒരാൾ, സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ല, വലിയ കോണ്ടാക്റ്റ് ഒന്നുമില്ല, ജോലി ചെയ്ത് വേറെ സ്ഥലത്താണ്, ഒരു നാട്ടിൻപുറത്താണ് ഒരു വീട്. അങ്ങനെ നിൽക്കുന്ന ഒരാൾ എങ്ങനെയാണ് 0 ഇൻവെസ്റ്റ്മെൻറ്റിൽ വീടിൻ്റെ അകത്ത് ഇപ്പോൾ ഏകദേശം ഒരു 11 പേരെ പഠിപ്പിക്കുന്ന ഒരു ആർട്ട് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തത്? അതിൽ എനിക്ക് കേൾക്കേണ്ടത് ആക്ഷൻ സ്റ്റെപ്സാണ്. പ്രിൻ്റ് എടുക്കാൻ പോയതും ആ ചെറിയ ആക്ഷൻ സ്റ്റെപ്പ് ഉണ്ടല്ലോ, അത് ഓർമ്മയുള്ളിടത്തോളം ഒന്ന് സ്റ്റാർട്ടിങ് മുതൽ ഒന്ന് പറഞ്ഞു, ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിരിക്കും.
സ്റ്റാർട്ടിങ് തൊട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എനിക്ക് ആദ്യം എൻ്റെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ സിലബസ് എന്തായിരുന്നു കുഞ്ഞുങ്ങളെ എന്ത് പഠിപ്പിക്കണം. കാര്യം കൊച്ചു കുഞ്ഞുങ്ങളാണോ അതോ 15 വയസ്സിനുള്ള കുഞ്ഞുങ്ങളെ 10 വയസ്സ്, നമുക്ക് ആ ഒരു സിലബസ് വേണമല്ലോ. സോ അതെനിക്കൊരു വലിയ ഇഷ്യൂ ആയിരുന്നു. അപ്പോൾ ഞാൻ സാറിനടുത്ത് ചോദിച്ചപ്പോൾ സാർ അതിനുള്ള സിലബസ് എനിക്കുന്നു. സിലബസ് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാൻ എപ്പോഴാണ് ക്ലാസ് എടുക്കേണ്ടത്, അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെ, ഇതെങ്ങനെ എനിക്ക് PR പബ്ലിക് റിലേഷൻ നടത്താം എന്നൊക്കെ ഉള്ള സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സ്ഥലത്ത് അങ്ങനെ ഭയങ്കര ഇംഗ്ലീഷൊക്കെ പറഞ്ഞാലൊന്നും ആർക്കും മനസ്സിലാവില്ല. ആ നാട്ടിൻ പുറത്തെ രീതിയിൽ നമ്മൾ ചെന്ന് ആദ്യമൊക്കെ ഈ വരുന്നവരുടെ അടുത്ത് തന്നെ നമ്മൾ പറയും ഇങ്ങനെ ഒരു സ്കൂൾ തുടങ്ങി. എൻ്റെ മക്കൾ തന്നെ മെയിൻ PR, വീട്ടിൽ ആര് വന്നാലും ചുറ്റും നടന്നാലും അവർ തന്നെ പറയും അമ്മ പഠിപ്പിക്കുന്നുണ്ടോ കേട്ടോ, നിങ്ങളെല്ലാം വീട്ടിലോട്ട് വരണേ പഠിക്കാനായിട്ട്, നിങ്ങൾ മക്കൾ വരയ്ക്കൂ, അമ്മ എടുത്ത് വിട്ടാൽ മതി, അമ്മ പഠിപ്പിക്കും കേട്ടോ. എൻ്റെ മക്കൾ തന്നെ ആ ഏരിയ മുഴുവൻ പറഞ്ഞാൻ തുടങ്ങി. പിന്നെ ആൾക്കാർ പിന്നെ ഞാൻ ചുമ്മാ വെറുതെ ഒരു ബോർഡ് ഫ്രണ്ടിൽ വെറുതെ വെച്ച് എൻ്റെ ആർട്ട് സ്കൂളിൻ്റെ പേരും എല്ലാം വെച്ച് ലോഗോ വെച്ച് ഞാനൊരു ഒരു ബോർഡ് വെറുതെ വെച്ചു. എന്നിട്ട് ഫ്ലയേഴ്സ് ഈ ന്യൂസ് പേപ്പറിൻ്റെ അകത്ത് വെച്ച് കൊടുക്കാനായിട്ട് ഒരാഴ്ച മുമ്പേ കുറച്ച് ഫ്ലയേഴ്സ് എല്ലാം നമ്മളുടെ ഒരു 5 കിലോമീറ്റർ ഏരിയയിൽ ഞാൻ ഫ്ലയേഴ്സ് കൊടുത്തു. അപ്പോൾ ആൾക്കാർ എൻക്വയറി തുടങ്ങി. അങ്ങനെ അത് സ്റ്റാർട്ട് ചെയ്യണത്. അതിൻ്റെ അകത്ത് ഒത്തിരി ഞാൻ ഡീറ്റെയിൽസ് കൊടുത്തില്ല. കാര്യം ഒത്തിരി ഡീറ്റെയിൽസ് ഇന്നതാണ് ക്ലാസ്, ഇന്നതാണ് ഫീസ് എന്നൊക്കെ കൊടുത്താൽ പിന്നെ എൻക്വയറി വരില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ബേസിക് ആയിട്ട് വളരെ സ്പെസിഫിക് ആയിട്ട് മറ്റേ നിങ്ങളുടെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുന്ന ഇങ്ങനെ ഒരു സ്കൂൾ തുടങ്ങുന്നുണ്ട്. വളരെ ഒരു ഒറ്റ സെൻറ്റൻസിൽ ഞാൻ കാര്യം പറഞ്ഞു, എൻ്റെ അഡ്രസ്സ് പറഞ്ഞു, എൻ്റെ ഫോൺ നമ്പർ, ലോഗോ, അത്രയേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തില്ല. അത്രയും മതി. സോ ആ ഒരു പീപ്പിൾ വിൽ കീപ്പ് ഓൺ ഗെസിങ് എന്താ ഈ സംഭവം, എന്താ സ്കൂളിൽ പഠിപ്പിക്കാൻ പോണേന്ന്. അത് അപ്പം നമുക്ക് കോൾസ് കുറച്ച് കൂടുതൽ വരും. എത്ര കോപ്പി പ്രിന്റ് എടുത്തു? ഒരു 2000 കോപ്പി. അതിലൊരു 500 ഞാൻ കൊടുത്തുള്ളൂ. അത് ഇങ്ങനെ ഒരു മാസം 2 മാസം കഴിഞ്ഞിട്ട് ഇനിയിപ്പം ക്രിസ്മസിന് അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യാം, അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയൊക്കെയാണ് ഈ സ്റ്റാർട്ടിങ് സാർ. ഇവിടെ വന്ന സമയത്ത് ഭയങ്കര ഒരു ഹാപ്പി ആയിട്ടല്ലേ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള ഒരാളെയാണ് ഞാൻ കണ്ടത്. ആൻഡ് ദാറ്റ് ടു ഷീ ഈസ് സോ ടാലൻറ്റഡ് അല്ലേ. കാര്യം ഇവിടെ ഇപ്പോൾ വന്ന് ഒരു 4 പേര് ഇപ്പോൾ വന്നിരുന്ന് സംസാരിച്ചു. ഇവരിലൊക്കെ ഞാൻ കണ്ട കാര്യം എന്താണെന്നറിയോ, എല്ലാവരും വളരെ ഓപ്പൺ ആയിട്ടാണ് സംസാരിക്കുന്നത്. ഒരു മറവും ഇല്ല, ഒരു ഇതും ഇല്ല. യുനോ വൈ, എന്തുകൊണ്ടായിരിക്കും അവൻ ഇത്ര ഓപ്പണായി സംസാരിക്കുന്നത്? ബിക്കോസ് അത്രയും ഓപ്പണായിട്ടാണ് നിങ്ങളുടെ യെസ് ആർട്ടിസ്റ്റ് സച്ചിൻ അത്രയും ഓപ്പൺ ആയിട്ടാണ് നിങ്ങളോട് മിങ്കിൾ ചെയ്യുന്നത്. അതിന് നമുക്ക് നല്ലൊരു കൈഡി തന്നെ കൊടുക്കണ്ടേ? ബിക്കോസ് അത്രയും ഓപ്പൺ ആൻഡ് ട്രാൻസ്പെറൻ്റ് ആണ് ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഐ എം റിയലി ഹാപ്പി ടു ഹിയർ ദാറ്റ്. അല്ല സാർ, ഒരു കാര്യം കൂടെ, സോറി സാർ, കോഴ്സ് തുടങ്ങുന്നതിന് മുമ്പേ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് ഓപ്പണായിട്ട് നിങ്ങളുടെ പ്രോബ്ലംസും നിങ്ങൾക്ക് എവിടെയാണ് പ്രശ്നമുള്ളത്, നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസും കാര്യങ്ങളും എൻ്റെ അടുത്ത് പറഞ്ഞാൽ മാത്രമേ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് എന്നെ പേടിച്ചിട്ട് നിങ്ങളുടെ ഇതെല്ലാം മാറ്റി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല. സോ നിങ്ങളുടെ വീക്ക്നെസ് എവിടെയാണ്, നിങ്ങളുടെ ഇൻസെക്യൂരിറ്റി ആണ്, നിങ്ങൾക്ക് എന്താ പേടി, ഇതെല്ലാം നിങ്ങൾ എന്നോട് പറയും, ഞാൻ ഹെൽപ്പ് ചെയ്യാം. അതേപോലെ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഞാൻ എപ്പോഴും പറയും, നല്ലൊരു സ്ട്രക്ചേർഡ് സിലബസ് ഉണ്ട്. കുറച്ച് പിള്ളേരെയും കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ടീച്ചറാവാം. നമുക്ക് എല്ലാവരെയും പഠിപ്പിക്കാൻ വലിയ പാടുള്ള കാര്യമൊന്നുമല്ല. കൃത്യമായിട്ട് ഇങ്ങനെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറഞ്ഞു കൊടുത്താൽ. പക്ഷേ ടു ബിക്കം എ മെൻറ്റർ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. ഒരാളുടെ ലൈഫിൽ ഒരു മാറ്റം കൊണ്ടുവന്ന് അവരുടെ ലൈഫിൽ ഒരു പേർപ്പസ് ഉണ്ടാക്കുക എന്നുള്ളത് ഇറ്റ്സ് വെരി വെരി ഹാർഡ്. ആൻഡ് ഐ ഫൈൻഡ് ലൈക്ക് ഹീസ് എ ട്രൂ മെൻറ്റർ. കാര്യം ഇത്രയും പേര് ഇവിടെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഹീസ് ഡൂയിങ് സംതിങ്. സോ എൻ്റെ അഭിപ്രായത്തിൽ പറയാൻ കാരണം കുറേയൊന്നും എൻ്റെ കയ്യിലല്ല, വെരി ക്ലിയർ അല്ലേ. ഞാൻ വൃന്ദയ്ക്ക് കോഴ്സ് കൊടുക്കുന്നു, ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു. വൃന്ദ 1 സ്റ്റുഡൻറ്റിന് വേണമെന്ന് പറയുമ്പോൾ ഞാനൊരു 5 സ്റ്റുഡൻസിന് കിട്ടുമെന്ന് പറയുന്നു. 5 സ്റ്റുഡൻറ്റ് വരുന്നു. കിട്ടിയാൽ എന്തായിരിക്കും എനിക്കറിയില്ല. അതുപോലെ തന്നെ അബ്ബാസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. പ്രിൻസ് ഒരു സമയത്ത് എൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്ത് ഓർമ്മയുണ്ടോ, ഇങ്ങനെ പഠിപ്പിക്കാൻ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ചെയ്യണോ പോകണോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം അതൊക്കെ എൻ്റെ ഒപ്പീനിയൻ, എൻ്റെ എക്സ്പീരിയൻസ്, എൻ്റെ ഒരു 10 വർഷത്തെ എക്സ്പീരിയൻസ്, അതിൻ്റെ അകത്തുനിന്നുള്ള എൻ്റെ സജഷൻ, ഒപ്പീനിയൻ, മെൻറ്റർഷിപ്പാണ് ചെയ്യുന്നത്. പക്ഷെ ബാക്കി എന്തോ ഒരു മോഹൻലാൽ പറയുന്ന പോലെ ഒരു മാജിക് അവിടെ സംഭവിക്കുന്നുണ്ട്. ദാറ്റ്സ് നമ്മുടെ കമ്മ്യൂണിറ്റി. ഒരു മെൻറ്ററിലുപരി ഹീസ് എ ഗ്രേറ്റ് ഹ്യൂമൻ ബീങ്, ഐ ഷുഡ് സേ അല്ലേ. താങ്ക് യു സോ മച്ച്. ആൻഡ് നൗ ഇറ്റ്സ് ടൈം ഫോർ ദ ക്വസ്റ്റൻ ആൻസർ സെഷൻ. ലൈക്ക് ആർക്കാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത്? ടു വൃന്ദ ശശികുമാർ. ഓൺലൈൻ ക്ലാസ് തുടങ്ങാനായിട്ട് താല്പര്യമുണ്ടോ അതോ ഓഫ്ലൈനിൽ തന്നെ? അല്ല, ഓൺലൈൻ ചെയ്യണം എന്നാണ്. പക്ഷേ ഞാൻ ഇങ്ങനെ
നമുക്കെല്ലാം കൂടെ എടുത്തു വെച്ചിട്ട് ഒന്നുമില്ലാണ്ടാവണേലും നല്ലത് ഒന്ന് ഇരുന്നിട്ട് ഒന്ന് സെറ്റായി പിന്നെ അടുത്ത് പതുക്കെ പഠി. സാറിൻ്റെ അടുത്ത് പറഞ്ഞു എന്താ എത്രയും പെട്ടെന്ന് ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്യണം, ഇങ്ങനെയാണ് അങ്ങനെയാണ്. അത് ചില സമയത്ത് നമ്മളുടെ തന്നെ ഈ സ്ട്രഗിൾസ് ഇല്ല എന്ന് പറയുന്നത് എല്ലാവർക്കും ഫിനാൻഷ്യൽ സ്ട്രഗിൾ. ഇപ്പോൾ ആമ്പിള്ളേരെല്ലാം ഇവിടെ പറഞ്ഞത് അവർക്ക് ഫിനാൻഷ്യലായിട്ട് ഫാമിലി അങ്ങനെ ഇങ്ങനെ പ്രശ്നങ്ങൾ. പക്ഷേ എനിക്ക് അങ്ങനത്തെ സ്ട്രഗിളൊന്നുമില്ല, ദൈവം അനുഗ്രഹിച്ച്. എൻ്റെ സ്ട്രഗിൾ മുഴുവൻ എന്നോട് തന്നെയാണ്. മടി, പ്രൊക്കാസ്റ്റിനേഷൻ, ഇങ്ങനെ ഉഴപ്പ്, ഇതൊക്കെ തന്നെയാണ്. സോ വെളിയിലുള്ള സ്ട്രഗിളിനെക്കാട്ടിയും കുറച്ച് കൂടുതലാണ് എനിക്ക് എൻ്റെ കാര്യങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓഡിയൻസിനെ ഫേസ് ചെയ്യാൻ എനിക്ക് പേടിയില്ല. പക്ഷേ സാർ നേരത്തെ പറഞ്ഞല്ലോ സോഷ്യൽ മീഡിയ, അതെനിക്ക് എൻ്റെ തലയുടെ മുകളിൽ കൂടെ പോകുന്ന സാധനമാണ്. എനിക്കത് പറ്റില്ല. എനിക്ക് എൻ്റെ മുഖം സോഷ്യൽ മീഡിയ കാണിക്കാൻ ഭയങ്കര പേടിയാണ്. സോ അങ്ങനത്തെ ഫിയേഴ്സ് നമുക്ക് ഓവർകം ചെയ്യണം. അപ്പം ഓൺലൈൻ ഞാനിങ്ങനെ ചെയ്യണ സാധനം. അപ്പോൾ അതിന് സാർ എപ്പോഴും പറയും മറ്റേ കോഴ്സിൻ്റെ അപ്ഡേറ്റ് ഇടൂ എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് കോഴ്സൊക്കെ പഠിച്ചു വെച്ചിട്ട് സാർ മറ്റേ കോഴ്സ് കഴിഞ്ഞു കേട്ടോ. സോ ആ പുഷില്ലേ, ആ പുഷാണ് ഓൺലൈൻ ക്ലാസ്. അത് സ്റ്റാർട്ട് ചെയ്യുന്ന പയ്യെ. All right, thank you so much. And let's give a huge round of applause to Vrinda Shashikumar. And now there's a special recognition award for significant achievement in art. So we are presenting to Vrinda Shashikumar. So let's give a huge round of applause once again, ladies and gentlemen. Now she is getting a great opportunity to receive this token of love and respect, that too from artist Sachin. Here we go. Yes. Thank you, sir.